പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കുര്യൻ ജോസഫ് സാറിന് വളരെ സ്നേഹത്തോടെ ഷാലോം പ്രേക്ഷകരുടെ പേരിൽ സ്വാഗതം. താങ്ക് യു സാറെ. നമ്മൾ മരിയൻ വർത്തമാനം തുടരാനാണ് ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. മാതാവിനെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മാതാവിനെ പ്രണമിക്കാനും മാതാവിനെ വന്ദിക്കാനും മാതാവിനോടുള്ള ജപമാല ഭക്തി വളർത്താനും ധാരാളം ശ്രദ്ധിക്കുന്നൊരു സഭയാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസമൊക്കെ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇത്രമാത്രം ഈ ജപമാലകൾ ഉയർന്നിട്ടും മാതാവിനെ പ്രണമിച്ചിട്ടും ഈ മേരിയമ്മയുടെ നിലപാടുകൾ, മേരിയമ്മയുടെ ആഭിമുഖ്യങ്ങൾ നമുക്ക് ഇനിയും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലേ എന്നൊരു വിഷമത്തോടുള്ളൊരു ചോദ്യം മനസ്സിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നത് അത് ഭയങ്കരമായിട്ട് നിഴലിച്ചു നിന്നൊരു കാര്യമാണല്ലോ മാതാവിൻ്റെ ജീവിതത്തിൽ. അതേക്കുറിച്ച് സാറിന് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? മാതാവിനോടുള്ള ഭക്തി വൈകാരികമായി പ്രകടിപ്പിക്കാൻ ബോണി ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊരു ആശ്വാസമാണ് കൂടിയാണ്. ഞാൻ ഇത്രയും കൊന്ത ചൊല്ലി ഈ ഒക്ടോബർ മാസം മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും 10 ദിവസം 3 സ്ഥലങ്ങളിലായിട്ട് സവിശേഷമായി മരിയൽ ഭക്തിയിൽ പങ്കെടുത്തു. അതെല്ലാം തീർച്ചയായിട്ടും മാതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന അടയാളങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊരു വ്യക്തിപരമായ ആശ്വാസമായിട്ട് മാറാതെ ഞാനൊരു ആശ്വാസമായിട്ട് മാറേണ്ട തലത്തിലേക്ക് എൻ്റെ പ്രാർത്ഥന ഉയരേണ്ടിയിരിക്കുന്നു. ഞാനൊന്ന് വിശദീകരിക്കാതെ, ഞാൻ കഞ്ചിക്കോട് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ആദ്യമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട റാണി സഹോദരിയെ കാണുമ്പോഴൊക്കെ ധാരാളം സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണത്. അപ്പോൾ എന്നോട് അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കേവലം ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അടയാളമായി തരുന്ന സുഗന്ധാഭിഷേകം. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തയും ആ സഹോദരിയിലൂടെ മാതാവ് കൊടുത്ത സന്ദേശവും വളരെ ശക്തവും വ്യക്തമായിരുന്നു. ഞാൻ നിനക്ക് ഒരടയാളമായി, ഇനി നീ എനിക്ക് അടയാളമാവണം. ഞാൻ നിനക്ക് അടയാളമായിട്ട് സുഗന്ധാഭിഷേകവും അനുഭവങ്ങളും തന്നു, ഇനി നീ എനിക്ക് അടയാളമായിട്ട് ജീവിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ഇനി മാതാവിനെ പോലെ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കണം. അപ്പം അതുവരെയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചിന്ത മുഴുവൻ ദൈവത്തിനൊരു സ്ഥാനം. ദൈവമുണ്ട്, ദൈവം എന്നെ സൃഷ്ടാവാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചത് അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ മഹത്വത്തിൽ കൽപ്പനകളനുസരിച്ച് ജീവിച്ച് നിത്യമഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ്. അതൊരു അറിവാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിനൊരു സ്ഥാനം, ഒരു സ്ഥാനം ഞാൻ തള്ളിക്കളയുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഞാൻ കൊന്ത കുർബാന അതൊന്നും മടക്കണമില്ല, മാറ്റിവെക്കുന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ നീ ദൈവത്തിന് എന്ത് സ്ഥാനം കൊടുക്കും? എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്ന എൻ്റെ ദൈവം, എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തിന് ഞാൻ എന്ത് സ്ഥാനമാണ്, എന്ത് പ്രയോറിറ്റിയാണ്, എന്ത് ഇമ്പോർട്ടൻസാണ് എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാത്തിനും ഉപരിയായി എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ പ്രതി മറ്റുള്ളവരെയും മറ്റുള്ളവയെയും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് എൻ്റെ മനസ്സിൽ വല്ലാതെ മതിച്ചൊരു ചോദ്യമായിരുന്നത്. എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. അത് ദൈവത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല, ഞാൻ സ്വാർത്ഥനാവാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്ന ഒരു കൽപ്പനയാണത്. കാരണം ദൈവം എൻ്റെ സൃഷ്ടാവും പരിപാലകനുമാണ് എന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ എല്ലാത്തിനും ഉപരിയായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മറ്റ് സ്നേഹങ്ങൾ ഞാൻ നിർണയിച്ചു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ജീവിതത്തിന് എനിക്കൊരു ബാലൻസ് ഉണ്ടാവും. അതെൻ്റെ അപ്പനായ ഈശോയ്ക്ക് അറിയാം. എൻ്റെ അമ്മയിലൂടെ അത് വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ബാക്കി ജീവിതം ക്രമവൽക്കരിക്കാൻ അത് എളുപ്പമാണ് അങ്ങനെ ആകുമ്പോൾ. അല്ലാതെ ദൈവത്തിന് എല്ലാവരെക്കാളും ഉള്ളതായിട്ട് സ്നേഹം കിട്ടുന്ന ഒരു പൊസസീവ് ലവ് അല്ല ഈശോയുടേത്.
ഒരിക്കലും ഈശോ പൊസസീവ് അല്ല. ഞാൻ എൻ്റെ സ്നേഹം വഴി തെറ്റാതിരിക്കാൻ വേണ്ടി സ്നേഹം ദൈവത്തിൽ അർപ്പിക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്നേഹത്തെ പ്രതി ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോഴോ, മക്കളെ സ്നേഹിക്കുമ്പോഴോ, സുഹൃത്തുക്കളെ സ്നേഹിക്കുമ്പോഴോ, ശുശ്രൂഷയെ സ്നേഹിക്കുമ്പോഴോ, ജോലിയിൽ ഏർപ്പെടുമ്പോഴോ അവിടെയെല്ലാം എൻ്റെ സ്നേഹത്തെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, വിശുദ്ധീകരിക്കാൻ പറ്റും, ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ, ഒന്ന് അടക്കിപ്പറക്കാൻ, വേണ്ടി വന്നാലൊന്ന് അഴിച്ചു പണിയാൻ, ഇതെല്ലാമാണ് ദൈവം എന്നെ ഇപ്രകാരം ഈ മരിയ ഭക്തിയിലൂടെ എന്നെ പറഞ്ഞു വിടുന്നത്. അപ്പം മാതാവിനോടുള്ള നമ്മുടെ ജപമാലയുടെ അവസാനം നമ്മൾ ചൊല്ലുന്ന ലുത്നിയയിൽ മാതാവിൻ്റെ ഓരോ സവിശേഷമായ ഭാഗങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതെല്ലാം മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തത് വഴിയായിട്ട് ജീവിതത്തെ വേണ്ടി വന്നാൽ അഴിച്ചു പണിതും അടുക്കി പറക്കിയതുമായിരുന്നു. കാരണം അടുക്കി പറക്കിയതിൻ്റെ ഒരു ലക്ഷണമായിരുന്നു മാതാവിന് ഈശോ വചനം മാംസമായി ഉള്ളിൽ ധരിച്ച ഉടനെ തന്നെ തിടുക്കത്തിൽ മാതാവ് പുറപ്പെട്ടെന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. എലിസബത്തിൻ്റെ അടുക്കൽ തിടുക്കത്തിൽ പുറപ്പെട്ടത് എവിടേക്കായിരുന്നു? തന്നെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ആളുടെ അടുത്തേക്കല്ല മാതാവ് പോയത്. തനിക്ക് എന്തൊരു സഹായം ചെയ്യാൻ കഴിയുമെന്ന് മാതാവ് അറിഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. അല്ലാതെ സഹായം ആവശ്യമുണ്ട്, എന്നെ വിളിക്കേണ്ട, അപ്പം ഞാൻ പോകാം, എന്നെ വിളിച്ചുകൊണ്ട് എലിസബത്ത് വിളിച്ചതുകൊണ്ട് മാതാവ് പോയതല്ല. മാതാവിന് തിടുക്കത്തിൽ ദൈവം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മാതാവിന് മനസ്സിലാക്കി കൊടുത്തു, ഇനി നീ ഈ ദൈവത്തെ നീ കൊടുക്കേണ്ട സ്ഥലവും ഈ വ്യക്തിയും ഇതാണ്. അല്ലെങ്കിൽ മാതാവിന് ഇനി ദൈവം എന്നിൽ ജനിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇനി എങ്ങും പോകാതെ സ്വസ്ഥമായിട്ട് ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നിരുന്നത്. ഇനി ഒട്ടും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാം. അതല്ല മാതാവ് ചെയ്തത്. മാതാവ് തിടുക്കത്തിൽ പുറപ്പെട്ടു ഈ ദൈവത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് മാതാവ് എന്നോടും പറയുന്നത്, നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അടയാളം തന്നു, ഇനി നിങ്ങൾ ഒരു അടയാളമായിട്ട് പോകണം. നിങ്ങൾ അടയാളമായിട്ട് പോകുന്നത് നിങ്ങൾ എൻ്റെ മകനെ, ഈ മകനെ ആവശ്യമുള്ളിടത്ത് നിങ്ങൾ എത്തിക്കുമ്പോഴാണ്, ഈ മകനെ ആവശ്യമുള്ളിടത്ത് നിങ്ങൾ പറയുമ്പോഴാണ്, ഈ മകനെ ആവശ്യമുള്ളിടത്ത് നിങ്ങൾ അനുസ്മരിക്കുമ്പോഴാണ്, ഈ മകനെ നിങ്ങൾ ഇടപെടുത്തുമ്പോഴാണ്. അപ്പോൾ ദൈവം ഇടപെടാനായിട്ട് ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തെ ക്രമീകരിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്നത്, എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതും ഇടയ്ക്ക് സംഭവിക്കുന്നതൊക്കെ ഇത് തന്നെ. ദൈവത്തിന് ഒരു സ്ഥാനമുണ്ട്, പക്ഷെ മറ്റു കാര്യങ്ങളിൽ ദൈവം ഇടപെടേണ്ട ആവശ്യമില്ല. ദൈവവും മനുഷ്യനും എൻ്റെ ദൈവത്തോടുള്ള അടുപ്പവും എൻ്റെ ജീവിതവും ഒരു ബാലൻസ് ചെയ്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ പോവുക. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആ അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് ദൈവം കാപട്യം എന്ന് വിളിച്ചത്. ആ കാപട്യത്തിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും പള്ളിയിലും മുൻപന്തിയിലും പ്രാർത്ഥനയും ജപമാലയും എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴോ ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു അടയാളമായിട്ട് മാറുന്നില്ല. ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, മാനസാന്തരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല, ഹൃദയത്തിൻ്റെ വെടിപ്പ് കാണുന്നില്ല, മനസ്സാക്ഷിയുടെ നൈർമല്യം കാണുന്നില്ല, വഞ്ചന കാണുന്നു, അസൂയ കാണുന്നു, പിടിവാശി കാണുന്നു, ദേഷ്യം കാണുന്നു, മുറിവുറപ്പ് കാണുന്നു, ആസക്തികൾ കാണുന്നു. അങ്ങനെ ഓരോരോ തലങ്ങളിൽ ദൈവത്തിന് നിരക്കാത്ത മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അടയാളം സ്വീകരിച്ച വ്യക്തി ദൈവത്തിൻ്റെ അടയാളമായിട്ട് സമൂഹത്തിൽ മാറുന്നില്ല. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാതാവ് നമ്മോട് പറയുന്നത് എന്താ? മാതാവ് നമ്മോട് പറയുന്നത്, ഞാൻ നിനക്ക് അമ്മയായി ഒരനുഭവമായിട്ട് ഞാൻ നിൻ്റെ കൂടെ വന്ന് അടയാളമായി നിൻ്റെ അടുത്ത് ആയിരിക്കുമ്പോൾ നീ ഇനി ചെയ്യേണ്ടത്, നീ ഇവിടുന്ന് ഇനി നീ പുറപ്പെടണം. നീ പുറപ്പെട്ട് ഇപ്രകാരം ഈ അമ്മയുടെ സ്നേഹവും ഈ വാത്സല്യവും അമ്മ മകനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും നീ കാണിച്ചു കൊടുക്കണം. അവിടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ മരിയ ഭക്തിയെല്ലാം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടും ആത്യന്തികമായിട്ടും നമ്മൾ മാറാനും നമ്മൾ മാറുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ മാറാനും വേണ്ടിയിട്ടാണ്. നമ്മൾ മാറി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ മാറിയത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അവരുടെ വഴി മാറാനും ദൈവത്തിലേക്ക് തിരിയാനും ഒരു അടയാളമായി മാറാൻ വേണ്ടിയിട്ടാണ്. ആ പരിശ്രമം ഉണ്ടായിക്കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ശക്തരായ ഭക്തരാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെറും ഭക്തരായിട്ട് തന്നെ ഇരിക്കും. കാരണം നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഭക്തിയുണ്ട്, പള്ളിയിൽ പോകുമ്പോൾ ഭക്തിയുണ്ട്, പള്ളിക്ക് അകത്തും ഭക്തിയുണ്ട്. പക്ഷേ ആ ഭക്തിയുടെ ജീവിതം നമുക്ക് വിശുദ്ധിയോടെ പുറത്ത് കാണാൻ പറ്റാതെ വരുന്നു. അവിടെയാണ് ആളുകൾ നമ്മുടെ വിശ്വാസത്തെ ചോർന്നു എന്ന് പറയുന്നത്.
ഈ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അത് പ്രവൃത്തിയിൽ വരുമെന്നാണല്ലോ സാർ ഇപ്പോൾ പറഞ്ഞത്. അത് ജപമാല ചെല്ലുന്നത് കൊണ്ട് മാത്രം അത് ലഭിക്കുകയുമില്ല. അത് സാറ് പറഞ്ഞായിരുന്നു ഭക്തി മാത്രമായി പോകുന്നു എന്ന്. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എത്താനായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ആഗ്രഹിക്കുന്ന അതിലാണല്ലോ. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണല്ലോ സാധാരണ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ കൂടെ കൊണ്ട് ചേർത്ത് വെച്ച് ധ്യാനിക്കണം. ജീവിതത്തെ പ്രകാശത്തിൻ്റെ രഹസ്യം ധ്യാനിക്കുന്നു. അപ്പം ദൈവം എനിക്ക് പ്രകാശമായ അതുപോലെ തന്നെ ഞാനും എൻ്റെ ജീവിത പങ്കാളിക്കൊരു പ്രകാശമാവണം, എൻ്റെ മക്കൾക്കൊരു പ്രകാശമാവണം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രകാശമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതാണ് ആ ജീവിതത്തിൻ്റെ തുടർച്ച. ആ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ആശ്വാസമല്ല ഭക്തി. ജപമാല ചൊല്ലിയത് വഴിയായിട്ട് എന്നിലുണ്ടാവേണ്ട മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. അവനാണ് ഭക്തൻ. ബാക്കിയുള്ളൊരു ഭക്തരല്ലാന്ന് ഞാൻ വിധിക്കുകയല്ല, പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള ഭക്തർ. അതുകൊണ്ട് യാക്കോസ്ലിയുടെ ലേഖനത്തിൽ പറയുന്നില്ലേ, അനാഥരുടെ ദൈവപിതാവിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങൾ അവരുടെ സഹായത്തിന് എത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഈ അനാഥരും വിധവകളും ആയിട്ടുള്ള, അതായത് അഗതികൾ, അവശന്മാർ, ആർത്തരും ആലംബഹീനരുമായിട്ടുള്ള, അതാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ. അവരുടെ അടുത്തേക്ക് എൻ്റെ ഈ ദൈവസ്നേഹം, ഞാൻ അവർക്കൊരു കാണപ്പെട്ട ദൈവമായിട്ട് മാറുന്ന രീതിയിൽ, ഞാൻ അവരുടെ കുറവുകളിലേക്ക് ചെല്ലുന്ന, കുറവുകളിലേക്ക് ഈശോയെ ക്ഷണിക്കുന്ന ഒരു അമ്മയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ അവിടെയാണ് ഞാൻ ഭക്തനാകുന്നത്. ഈ അമ്മ ആഗ്രഹിക്കുന്നതാണ്, അമ്മ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറവ് ഈശോയെ കൊണ്ട് നികത്തിയ മാതിരി എന്നിലുള്ള ഒരു അമ്മയുണ്ടാവണം. ആ അമ്മ എന്നിൽ ജീവിക്കണം. ഞാൻ മറ്റുള്ളവരുടെ കുറവ് കണ്ടിട്ട് ആ കുറവ് പറഞ്ഞു നടക്കുന്നവരാവരുത്. നേരെ മറിച്ച് ആ കുറവ് നിറവാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തെ അവരിലേക്ക് ക്ഷണിക്കുകയും അവർ ദൈവത്തോട് അടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ എന്നിലുള്ള പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനം. അതുപോലെ തന്നെ അവരെ എല്ലാം നമുക്കൊരു ദൈവത്തിലേക്ക് തിരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ഭക്തിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം ഇല്ലാത്തപ്പോഴാണ് നമുക്കൊരു അനുഭവം യഥാർത്ഥത്തിലില്ലാതെ പോകുന്നത്. അപ്പം പ്രാർത്ഥന എന്നുള്ളത് നമ്മളൊരു മുറിയിൽ നിന്ന് ചെല്ലുന്ന ജപമാലയുടെ സമയം മാത്രമല്ല. പ്രാർത്ഥന എന്നുള്ളത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. 2, ഇടപെടാതെ പ്രാർത്ഥിക്കുക. 3, എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം വരും. നമുക്ക് ദുഃഖം വരുന്നതുകൊണ്ട്, ദുഃഖം വരുന്നത് നമ്മൾ ആശിച്ചത് കിട്ടാതെ പോകുന്നുണ്ട്. നേരെ മറിച്ച് കിട്ടിയതിനെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും. കിട്ടാത്തതിനെക്കുറിച്ചുള്ള ദുഃഖത്തെക്കായി കൂടുതലായിട്ട് കിട്ടിയതിനെക്കുറിച്ചുള്ള നന്ദി കൊണ്ടിരിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ആ നന്ദി എന്നുള്ള ഓർമ്മ തന്നെയാണ് ഇടപെടാതെ പ്രാർത്ഥന. വിടരുന്നതാണ്. ഒരു ഇടയും ഉണ്ടാവരുത്. അത് ദൈവസാന്നിധ്യ സ്മരണയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ദൈവത്തിന് 1-ാം സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എൻ്റെ ചിന്തകളും വിചാരങ്ങളും നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തോടൊപ്പമാണ്. എൻ്റെ മനസ്സ് ദൈവത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. അത് പിന്നെ ഊണിലും ഉറക്കത്തിലും എവിടേക്കും. അതുകൊണ്ട് ദൈവത്തെ തേടി അന്വേഷിക്കുന്നവരോടുള്ള ഒരു മറുപടി അത് തന്നെയായിരുന്നല്ലോ. എന്നിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ആ ഈശോയുടെ അനുരണനങ്ങൾ, മൃദുഭാഷണങ്ങൾക്ക് എനിക്ക് സേവിക്കാൻ സാധിക്കും. സേവിച്ചുകൊണ്ട് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക. അപ്പോൾ ആ ഈശോയുടെ അടുത്തേക്ക് ഇരുത്തുക എന്നുള്ളതാണ് അമ്മയുടെ പണി. നമ്മുടെ വീട്ടിൽ അമ്മ ചെയ്യണം അങ്ങനെയല്ല. എപ്പോഴും അമ്മ വിളിച്ച് അപ്പൻ്റെ അടുത്തേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പൻ്റെ കൂടെ നിർത്താൻ മക്കളെ. അതുപോലെ തന്നെയാണ് മാതാവ് നമ്മളെ ഈശോയുടെ അടുത്ത് കൂടെ നിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മാതാവ് ചെയ്യുന്നൊരു പണി. മാതാവ് വഴിയാണ്, ഈശോയിലേക്കുള്ള വഴിയാണ്. മാതാവ് വഴി ക്രിസ്തുവിലേക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് നമ്മുടെ ഭക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. മാതാവിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, മക്കളെ മക്കളുടെ ഈശോയുടെ കൂടെ ആയിരിക്കണം. മരിയഭക്തിയിലൂടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതിലേക്ക് വളരാൻ സാറ് പറഞ്ഞത് രഹസ്യങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ആ ഒരു ധ്യാനം ജപമാല ചൊല്ലലിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? നമ്മൾ ഈ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുക എന്ന് പറയുന്നത്. ഈ ധ്യാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല, ആ പീഡാനുഭവ രഹസ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ചിട്ട് ധ്യാനിക്കുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത സഹനം, എന്തുകൊണ്ട് എനിക്ക് മാറാത്ത രോഗം, എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം. ഞാൻ ഈ ഐശ്വര്യം എന്നുള്ള വാക്കുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ചിന്തിച്ചത്, നമ്മൾ പലരെയും കുറിച്ച് പറയാറുണ്ട്, ഐശ്വര്യം കിട്ടുപോയ തറവാട്.
ആ തറവാട്ടിൽ ഐശ്വര്യം മുഴുവൻ പോയി. എന്താ അതിൻ്റെ അർത്ഥം? പല വീടുകളുടെയും നമ്മൾ ഐശ്വര്യം ക്ഷയിച്ചു പോയി. നമ്മൾ കാണുന്നത് പിന്നെ അവിടുത്തെ കഷ്ടനഷ്ടങ്ങൾ വന്നു, പിന്നെ രോഗങ്ങൾ വന്നു, കടബാധ്യതകളായി, അങ്ങനെയാണ് കുടുംബങ്ങൾ തറന്നു പോയെന്നാണ്. യഥാർത്ഥത്തിൽ എന്താ അർത്ഥം? യഥാർത്ഥത്തിൽ അർത്ഥം അവിടെ നിന്നും ദൈവം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ദൈവത്തിന് ആ കുടുംബത്തിൽ കൊടുത്തിരുന്ന ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നപ്പോൾ ആ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടായിരുന്നു. കാരണം ആ കുടുംബത്തിലെ എല്ലാ പ്രവൃത്തികളും, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ളതും ദൈവത്തിന് നിരക്കുന്നതുമായിരുന്നു. അപ്പോൾ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ വന്നപ്പോൾ ദൈവത്തിനോട് ഇരിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ദൈവത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് പിന്നെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ ദൈവം ഇറങ്ങിപ്പോയ വീടിന് ഐശ്വര്യം ക്ഷയിച്ചു പോയി. ഐശ്വര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ, ദൈവം നമ്മുടെ കൂടെ എന്ന അർത്ഥം. അപ്പോൾ ഐശ്വര്യം കെട്ടുപോയ തറവാടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവത്തിന് ആ വീട്ടിൽ സ്ഥാനമില്ല. ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വൈകിട്ട് 7 മണിക്ക് 8 മണിക്ക് ഓർക്കുന്ന ഒരു ചെറിയ സ്ഥാനം, ഒരു കൊന്ത വെച്ച് അലങ്കരിച്ചു, ആ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിനൊരു സ്ഥാനമില്ല. അവിടെ മുഴുവൻ പിന്നെ എന്താ പറയുക, ദൈവത്തിന് നിരക്കാത്ത രീതിയിലുള്ള പിടിവാശിയും വഴക്കും വൈരാഗ്യവും വിദ്വേഷവും മറ്റ് ഈ ആസക്തികളും, ഈ പൗലോസ്ലീഹ പറയുന്ന മാതിരി പഴയ വഞ്ചന നിറഞ്ഞ ആസക്തികൾ, കലുഷിതമായ ഒരു മനുഷ്യ ജീവിതമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെ അങ്ങനെയുള്ളവരെയാണ് ഭോഗാസ്ഥിതൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം പൗലോസ്ലീഹ പറയുന്നുണ്ട് അവിടെ. കാരണം എന്താ, അവർ ദൈവത്തെ മറന്നിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ആസക്തികളിൽ മുഴുകിയെന്നുള്ളതാണ്. കാരണം ദൈവം അതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് അവനുണ്ട് ഭാഷ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മൂലയ്ക്ക് കൊണ്ടിരുത്തി. ബാക്കി ഇതൊന്നും, ജീവിതം ഒരു വഴിക്ക്, ജീവിതത്തിൻ്റെ മൂലയ്ക്കൽ ദൈവത്തിനൊരു സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തി. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ഈ തറവാടൊക്കെ ഐശ്വര്യം ക്ഷയിച്ചു പോയി എന്നതിൻ്റെ അർത്ഥം. ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ദൈവത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ദൈവം തന്നെ ഇറങ്ങിപ്പോയതല്ല, ദൈവത്തെ ഇറക്കി വിട്ടതാണ്. ദൈവത്തെ ഇറക്കി വിട്ടത് തങ്ങളുടെ പിന്നെ ജീവിത രീതികളും ദൈവത്തിൻ്റെ രീതികൾക്ക് നിരക്കാത്തതായതുകൊണ്ട് ദൈവത്തെ ഇറക്കി വിട്ടിട്ട് അവസാനം സ്വന്തം രീതികളിലേക്ക് തിരിഞ്ഞു. ആ രീതികളാൽ കലുഷിതമായ വഞ്ചന നിറഞ്ഞ പഴയ മനുഷ്യനെ മാറ്റാനാണ് അമ്മ പറയുന്നത് തന്നെയാണ്. മോനെ, ആ പഴയ മനുഷ്യനെ മാറ്റ്, എന്നിട്ട് നീ ഒരു പുതിയ മനുഷ്യനാവും, ഒരു പുതിയ സൃഷ്ടിയാവ്. അപ്പം മാതാവിന് ഒരു 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 ഈശോ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച ആ ഒരു മാറ്റം പോലെ തന്നെ എൻ്റെ മകനെ സ്വീകരിക്കുന്ന നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. ആ സൃഷ്ടിയാവാൻ സഹായിക്കുന്ന എപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും മാത്രമേ ഉള്ളൂ. അമ്മയെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ ആഗ്രഹങ്ങളല്ല അമ്മ പറഞ്ഞു. ഈശോയുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞപ്പോൾ ഇതാ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. എല്ലാത്തിനും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുകയും ആ ഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്ത ഒരമ്മ. അതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഒരു വഴിയും വഴികാട്ടിയുമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അമ്മ നമ്മുടെ ഒരു വഴിയാണ്, വഴികാട്ടിയുമാണ്. സാർ, ഈ ഐശ്വര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളെ അത് മാത്രമാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ചില ഭവനങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും അവർ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സാറേ? ദാരിദ്ര്യം ഉണ്ടായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ച് ഒരു ഐശ്വര്യമില്ലാത്ത കുടുംബമെന്ന് ആരും പറയാറില്ല. ആകപ്പാടെ പിന്നെ തകർന്ന് ഒരു സന്തോഷവും ഒരു വെളിച്ചവും ഇല്ലാത്തൊരു കുടുംബത്തെക്കുറിച്ചാണ് ഐശ്വര്യം കിട്ടുകയാണ്. ഈ ദാരിദ്ര്യം ഉണ്ടായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ നല്ല വെളിച്ചം ഉണ്ടാവും. അവരുടെ മുഖത്ത് സന്തോഷം തന്നെയായിരിക്കും. മറ്റോടത്ത് എന്തുമാത്രം ഭക്ഷിച്ചാലും, എന്തുമാത്രം പിന്നെ പാനം ചെയ്താലും, എന്തുമാത്രം കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു തൃപ്തി ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ കുടുംബത്തിലോ സമാധാനവും സന്തോഷം ഉണ്ടാവും. ഇതുകൊണ്ടാണ് നമ്മുടെ ഒരു വചനം നമ്മൾ പഠിപ്പിക്കുന്നത്, ദൈവമേ നിന്നെ മറക്കുവോളം സമ്പത്തോ നിന്നെ ശപിക്കുവോളം ദാരിദ്ര്യമോ എനിക്ക് നൽകരുതെന്നതിൻ്റെ അർത്ഥം. നിന്നെ മറക്കുവോളം, കാരണം നിന്നെ മറക്കുവോളം സമ്പത്ത് വന്നു കഴിയുമ്പോൾ നീ പോയി, പിന്നെ സമ്പത്തായി ദൈവം. അപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ സമ്പത്തിനെയോ എൻ്റെ പദവിയെയോ എൻ്റെ പിന്നെ എന്താ പറയുക ഇടപാടുകളെയോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒന്നാം സ്ഥാനം പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ദൈവം ഇറങ്ങിപ്പോയേ പറ്റൂ. കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ പ്രതിഷ്ഠിച്ച് നമ്മൾ ദൈവത്തെ മറക്കുന്ന സമ്പത്ത്, ദൈവത്തെ ശപിക്കുന്ന ദാരിദ്ര്യം. കാരണം അധ്വാനിച്ചിട്ടും ദൈവമേ ആ അധ്വാനത്തിന് അനുസരിച്ചുള്ളൊരു ഫലം കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുണ്ടാകുന്ന വലിയൊരു സംഘർഷമാണത്. ആ സംഘർഷത്തിലുള്ള വേദനയോടുകൂടി നിലവിളിയാണത്. ദൈവമേ നിന്നെ ശപിക്കുമ്പോഴുള്ള ദാരിദ്ര്യത്തിലേക്ക് നിന്നെ തള്ളിവിടില്ല എന്നുള്ളത്. ആ ദാരിദ്ര്യത്തിനുള്ള കേവലമായ സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, നിന്നെ ശപിക്കുകയുള്ളൂ. കാരണം
നിൻ്റെ ഒരു അനുഗ്രഹവും എനിക്ക് അനുഭവമായിട്ട് എന്നിൽ നിറയാൻ സാധിക്കാത്ത വിധത്തിൽ എന്നെ നീ ഒരു 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 ആർത്തനാക്കരുത് എന്നുള്ള ഒരു നിലവിളി. ആ നിലവിളി ദൈവം കേൾക്കും. കാരണം അത് ദൈവത്തെ വിളിക്കാനുള്ളത്. അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരില്ലെന്നല്ല പറഞ്ഞു. അത് നിലവിട്ടുള്ള വിളിയാണത്. ആ നിലവിളിച്ചുള്ളൊരു വിളി കേൾക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും കേൾക്കും. ഓ സാറ്, നമ്മൾ മരിയൻ വർത്തമാനത്തിനിടയ്ക്ക് സാറ് പറഞ്ഞായിരുന്നു, ജപമാലയിലെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുമെന്ന്. അതൊന്ന് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ സന്തോഷത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മഹിമയുടെ 4 രഹസ്യങ്ങളാണ് നമ്മൾ ജപമാലയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ രഹസ്യം നമ്മുടെ ഈശോയുടെ മനുഷ്യാവതാരമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ രഹസ്യം പരിശുദ്ധമ്മയെ ശുശ്രൂഷയ്ക്ക് അയക്കുന്നതാണ്. മൂന്നാമത്തെ രഹസ്യം പരിശുദ്ധമ്മയുടെ ഈശോയുടെ ജന്മം, പ്രസവമാണ്, ഈശോയുടെ ജന്മമാണ്. നാലാമത്തത് കാഴ്ചവെക്കുന്നതും, അഞ്ചാമത്തെ കാഴ്ച കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. ഒന്നാമത്തെ രഹസ്യം മനുഷ്യാവതാരം. മനുഷ്യാവതാരത്തിൻ്റെ മകനീയ ഫലങ്ങൾ തിരുസഭയിലൂടെ പ്രകടമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം, ഞാനും ഇപ്രകാരം ഒരു അവതാരം കിട്ടിയ ആളാണ് അല്ലേ. ഞാനൊരു മനുഷ്യനായി ജനിച്ചു. നീ എന്നൊരു മനുഷ്യനായി ജനിക്കാൻ അനുവദിച്ചു. മനുഷ്യനായി ജനിച്ചു. പിന്നെ ഒരു ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്നെ തിരിച്ചറിഞ്ഞ മാതാപിതാക്കളിലും ജനിച്ചു. നിനക്ക് ആ മാതാപിതാക്കളോട് എനിക്ക് വിശ്വാസം ആദ്യമായി കിട്ടി. നിൻ്റെ സഭയിലൊരു അംഗമായി. ഇനി ഞാൻ ഈ മനുഷ്യാവതാരം കൊണ്ട് നിന്നെ എന്തുമാത്രം മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നിനക്ക് എന്ത് മഹത്വം തിരിച്ചു നൽകുന്നു. നീ എനിക്ക് തന്ന ജീവിതം നിൻ്റെ ദാനമാണ്. ഞാൻ നിനക്ക് തിരിച്ചു നൽകുന്ന എൻ്റെ ജീവിതം ഞാൻ നിനക്ക് നൽകുന്ന നന്ദിയാണ്. നീ എനിക്ക് തന്നത് നീ ദാനമായി തന്നതാണ് എൻ്റെ ജീവിതം. നിനക്ക് ഞാൻ നന്ദിയായി തിരിച്ചു നൽകുന്നതാണ് ഞാൻ ജീവിക്കുന്ന ആ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമേ, ഞാൻ നിനക്ക് ഇപ്രകാരം ഒരു നന്ദി തിരിച്ച് അർപ്പിക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടോ? എവിടെയാണ് ഞാൻ നിന്നെ മഹത്വപ്പെടുത്താതെ പോയത്? എവിടെയാണ് ഞാൻ നിന്നെ ഏറ്റുപറയുന്നതിൽ എനിക്ക് വീഴ്ച പറ്റിയത്? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ ജീവിതത്തെ ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ മനുഷ്യാവതാരത്തിൽ എൻ്റെ ദൈവം തന്ന ജീവിതം, എനിക്ക് ദൈവം തന്ന ജീവിതത്തിൽ ഞാൻ എന്ത് നന്ദി ഞാൻ എന്ത് തിരിച്ചു കൊടുക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ദൈവത്തിന് നിരക്കാത്തതായിട്ട് മാറ്റേണ്ടത്, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് എന്തെല്ലാം ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വെളിവുകൾ നമുക്ക്. രണ്ടാമത്തെ അമ്മയെ പിന്നെ ശുശ്രൂഷയ്ക്ക് അയക്കുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, തിടുക്കത്തിൽ മാതാവ് പുറപ്പെട്ടു എന്നുള്ളത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ജോലികളെ ഉത്തരവാദിത്തങ്ങളായി കാണാനും ഉത്തരവാദിത്തങ്ങളെ ശുശ്രൂഷകളായി കാണാനും ആ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തെ അർപ്പിക്കാനും. അപ്പോൾ ദൈവം എനിക്ക് ഓരോ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഓരോരോ അനുഗ്രഹങ്ങളോ തന്നത് അത് സ്വന്തമായി എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല എന്നും അത് ഞാൻ പങ്കുവെക്കുമ്പോഴാണ് എൻ്റെ ഈശോയെ ഞാൻ മഹത്വപ്പെടുത്തുന്നത് എന്നുള്ളത്. അങ്ങനെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു ഇത്. അപ്പം എന്നെ തന്നെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കാനായിട്ട് എന്നെ പങ്കുവെക്കണം. ഈശോയുടെ ജനനം പുൽക്കൂട്ടിൽ, അവിടെ ആ പുൽക്കൂട് എനിക്ക് നൽകുന്ന ജ്ഞാനം, വിനയം, വിശുദ്ധി, തുറവി, താഴ്മ, ആ ചിന്തകൾ ദൈവത്തിന് കാഴ്ച കൊടുക്കുക എന്നുള്ളത്. കാരണം ദൈവത്തിന് കാഴ്ചവെച്ച മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് മാതാവ് ഈശോയെ കാഴ്ചവെക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പം മാതാപിതാക്കൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് മക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പം എവിടെയെങ്കിലും മക്കൾക്ക് വീഴ്ച പറ്റുന്നതിൻ്റെ എൻ്റെ അർത്ഥം ആദ്യം തിരിയേണ്ടത് മാതാപിതാക്കളിലേക്കാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ കുറവാണ് ഈ മക്കളിൽ അശുദ്ധിയായിട്ട് അസ്വസ്ഥതയായിട്ട് വന്നിട്ടുള്ളത്, ആ ഒരു ചിന്ത. അപ്പം നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയാനായിട്ടുള്ളത്. അഞ്ചാമത്തേത് ദേവാലയത്തിൽ കാണപ്പെടുന്നത് ദൈവത്തിൽ നിന്നും ദാനമായി സ്വീകരിച്ച മക്കളെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ വളർത്തി ദൈവത്തിൻ്റെ കാണപ്പെട്ട മക്കളായിട്ട് ഞങ്ങൾ വളർത്തേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, കുറവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ, ആ മക്കളിൽ എപ്പോഴും ദൈവവിചാരം ഉണർത്തി ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്താനായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കുറവുകളുണ്ടെങ്കിൽ തിരുത്തണം. ഞങ്ങളുടെ ഭാഗത്ത് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് അവനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇങ്ങനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തത് എന്താണെന്നും ഇനി ചെയ്യേണ്ടത് എന്താണെന്നുള്ള കൂടുതൽ വെളിവുകൾ കിട്ടും. ആ അർത്ഥത്തിൽ ജീവിതത്തെ അതനുസരിച്ച് നമുക്ക് അഴിച്ചു പണിയാനും അടുക്കി പെറുക്കാനും ഒട്ടേറെ സഹായമാകും. അപ്പോൾ ഓരോ ജപമാലയും നമ്മളെ സഹായിക്കേണ്ടത് ഒരഴിച്ചു പണിക്കും അടുക്കി പെറുക്കലിനുമാണ്. ജീവിതത്തെ അഴിച്ചു പണിത് അടുക്കി പെറുക്കാൻ ഓരോ ജപമാല ധ്യാനവും നമ്മളെ സഹായിക്കും. അപ്പോൾ ജപമാല നമുക്കൊരു അനുഭവമായിട്ട് മാറും. ആ അനുഭവമാകത്ത് മാറുന്ന ജപമാലയിലൂടെ
ദൈവാനുഗ്രഹം അമ്മ നമുക്ക് വാങ്ങിച്ചു തരികയും ചെയ്യും. പ്രിയമുള്ളവരെ, ജപമാല ഭക്തരായ നമുക്ക് സാർ കൂടെ ഉപയോഗിച്ച 2 വാക്കുകൾ അഴിച്ചുപണി, അടുക്കിപ്പെറുക്ക്. ഓരോ ജപമാലയിലും ഈ 2 കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞതാണ്, മരിയഭക്തി ദൈവത്തിന് 1-ാം സ്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കണം. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ജപമാലകൾ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നതാവട്ടെ. സാറേ, ഒത്തിരി നന്ദി. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. With